അല്ല വെക്കേഷനായിട്ട് എന്താ പരിപാടി? കുട്ടിക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അപ്പോൾ നമ്മളും വൈകിട്ടല്ലേ എഴുന്നേൽക്കുന്നത്. എനിക്കും ഇടയ്ക്ക് കുറച്ച് മടിയൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷേ എന്താ കഷ്ടം എന്നറിയോ, രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റായി പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ എല്ലാ കാര്യങ്ങളും സ്ലോ ആവും. അപ്പോൾ വിചാരിക്കും നേരത്തെ തന്നെ എഴുന്നേറ്റ് പണിയെല്ലാം തീർത്തിട്ട് ഇങ്ങനെ ഗാർഡനിലേക്ക് ഇറങ്ങാമെന്ന്. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാ പണിയും കഴിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. ഇത് നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും, കാരണം ഈ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നല്ലോ. നല്ല ഭംഗിയാണ്, ഞാനിത് നോക്കി ഇരിക്കാറുമുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ, ആ ശവന്നാറിന്ന് എനിക്കിനി പറഞ്ഞുകൂടാ. കാരണം ഞാൻ അന്ന് ശവന്നാറിന്ന് പറഞ്ഞിട്ട് കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ആ ചെടിയെ പൂവിനെ ശവന്നാറിന്ന് പറഞ്ഞ് അതിനങ്ങനെ ഇതാക്കല്ല, വിങ്കാ റോസാണ്, എത്ര നല്ല പൂവാണ്. ശരിയാട്ടോ, എനിക്ക് ആ പൂവിൻ്റെ പേരറിയായിട്ട് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതാണ്. നമ്മളെ നാട്ടിലൊക്കെ ആ പേര് ശവന്നാറി എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ അതിന് ശേഷം ഞാൻ അതിന് എല്ലാവരുടെ അടുത്തും പറയുമ്പം തന്നെ വിങ്കാ റോസ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഞാൻ പറഞ്ഞു വന്നതേ, വിങ്കാ റോസിൻ്റെ തൈ എനിക്ക് കിട്ടിയിരുന്നേ. അപ്പോൾ തൈയായിട്ടും വിത്തായിട്ടൊക്കെ കിട്ടിയിരുന്നു. ഞാനതിങ്ങനെ അങ്ങ് പാകിയതാണ്. നമ്മുടെ ആ ഒരു റിയോ പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ ഇടയിൽ. റിയോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ആമ്പലിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇതിപ്പോൾ മിക്സ് ആയിട്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ചട്ടിയിലാണെങ്കിൽ ഇഷ്ടംപോലെ അതിന് വളരാൻ പറ്റില്ലല്ലോ, കാരണം വിത്ത് വീണിടത്തിലെല്ലാം അത് പൊടിക്കുമ്പോഴല്ലേ അതൊരു ഭംഗി ഉണ്ടാവും. ഇത് നാടൻ വിങ്കാ റോസാ. അപ്പം എനിക്കാണെങ്കിൽ വേറെ എവിടെയും സ്ഥലവും ഇല്ല, കാരണം മുറ്റത്തെ രണ്ട് സൈഡും അറിയാമല്ലോ നിങ്ങൾക്ക്. ആ പുല്ലൊക്കെ വിരിച്ചതുകൊണ്ട്, ലോണ് വിരിച്ചതുകൊണ്ട് എനിക്ക് അവിടെയും നടാൻ പറ്റില്ല. പിന്നെ ആകെയുള്ള സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഈ പെബിൾസ് എല്ലാം എടുത്ത് മാറ്റിയാൽ മാത്രമേ ഇവിടെ ഒന്നങ്ങ് സെറ്റാക്കാൻ പറ്റൂ. അതായത് ഞാൻ ആ ഒരു വിങ്കാ റോസിനെ ഇങ്ങോട്ടേക്ക് മാറ്റി നടാൻ പോവുക എന്ന് വെച്ചിട്ട് ആ പെബിൾസ് ഒന്നും ഞാൻ കളയില്ല കേട്ടോ. ചെറിയൊരു പ്ലാൻ മനസ്സിലുണ്ട്. ഇത് വേറൊരു സ്ഥലത്തേക്ക് സെറ്റ് ചെയ്യണം. ആദ്യം ഇവിടെ ഒന്ന് റെഡിയാക്കിയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് മുറ്റത്തെ ബാക്കിയുള്ള കട്ടയില്ലേ, അത് ഞാൻ അവിടെ ഒരു വഴി പോലെ കാല് വയ്ക്കാൻ വേണ്ടി വെച്ചതാണ്. ഇതെല്ലാം എടുത്തങ്ങ് മാറ്റട്ടെ. നല്ല വെയിറ്റാണ് ഇത്, എടുത്ത് നമുക്ക് നടക്കാൻ പറ്റില്ല. ഇങ്ങനെ അങ്ങ് ഉരുട്ടി ഉരുട്ടി അപ്പുറത്ത് സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ അതിൻ്റെ താഴെയുള്ള നമ്മുടെ ആ ഒരു ഷീറ്റില്ലേ, അതിന് ബീഡ് മാറ്റ് എന്നായിരുന്നില്ലേ പറയുക, അതൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ ഇപ്പോൾ എടുത്ത് വെക്കുന്ന ആ ഒരു ഇഷ്ടികയില്ലേ, അതിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണാവോ പറയുക. ഇവിടെ ഞങ്ങൾക്ക് വടകരയിൽ ഇത് ഇഷ്ടികയാണ്. ഈ വീട്ട് മാറ്റ് കഴുകിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അടുത്തത് വേറെ എവിടെയെങ്കിലും വിരിക്കണം എന്ന് തോന്നിയാൽ പിന്നെ വാങ്ങണ്ടല്ലോ. കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ചേച്ചിക്ക് എന്തിൻ്റെ കേടാണെന്ന്. കാരണം ഒരു തവണ നന്നായിട്ട് സെറ്റാക്കിയ ഭാഗങ്ങളെല്ലാം വീണ്ടും എടുത്തു മാറ്റി എന്തോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു വിങ്കാ റോസ് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ നിറഞ്ഞ് കാണുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇവിടെ നടക്കുമോയെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതെല്ലാം അങ്ങ് എടുത്തു മാറ്റിയത്. പിന്നെ ഈ ഒരു സാൻഡ് അതിൻ്റെ അടിയിൽ ഞാൻ അന്ന് വിരിച്ചിരുന്നേ. നമ്മൾ ബാക്കിയുള്ളത് അവിടെ ഇട്ടതായിരുന്നു. അതിപ്പോൾ കുറച്ച് എടുത്ത് വെക്കുന്നത് നമ്മുടെ ഈ ഇതില്ലേ, എന്തെന്നായിരുന്നു അതിൻ്റെ പേര്, ചൈനീസ് ബോൾസം, നമ്മുടെ മഷിത്തണ്ട് പോലെയുള്ള ചെടി. അത് ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടു. ഇതുപോലെ നമ്മുടെ സാൻഡിൽ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് മുളക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ അതിനായിട്ട് നമുക്ക് സാൻഡ് ഇനിയിപ്പം അന്വേഷിച്ച് നടക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊരു ചട്ടിയിലെടുത്ത് മാറ്റി വെച്ചതാണ്. ആ മതിലിന് മേലെയുള്ള ചട്ടിയൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ നല്ല മണ്ണും കാര്യങ്ങളും. അപ്പോൾ അവിടെ എല്ലാം ഒന്നങ്ങ് അടിച്ച് വൃത്തിയാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഇഷ്ടത്തോടെ ചെയ്യുന്നത് കൊണ്ട് എനിക്കിതൊരു പണിയായിട്ട് തോന്നലില്ല. അടുക്കളയിലെ ജോലിയെല്ലാം കഴിയുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയാണ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാലോ, അല്ലെങ്കിൽ ക്ലീനിങ് കഴിഞ്ഞാലൊരു പ്രതീക്ഷ, നേരത്തെ കഴിഞ്ഞാൽ. കാരണം ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെയുള്ള എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഇറങ്ങാലോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, നമുക്ക് സ്ഥിരം തലയിൽ എഴുതിയിട്ടുള്ള കുറച്ച് പണി ഉണ്ടാകുമല്ലോ, അടുക്കളയിലാണെങ്കിലും പാത്രം കഴുകലാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം സ്പീഡിൽ ചെയ്യാനുള്ള നമുക്ക് തോന്നും. കാരണം അത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇറങ്ങാലോ എന്നുള്ള ചിന്ത വരുമല്ലോ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, എന്തെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഹോബി അത് നമ്മുടെ ലൈഫിൽ നമ്മളെന്നും കൊണ്ടുപോകണം. പണ്ടേ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മൾ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ, മക്കളുണ്ടായി, പ്രാരാബ്ധമായി, കുടുംബമായി എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇടയിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. വേറൊന്നുമല്ല, ഈയിടെ ഞാനൊരു ചാനലിൽ ഒരു ഇൻഫ്ലുവൻസറുടെ റിപ്ലൈ കണ്ടതാണ്. അവരൊരു ആക്ട്രസ്സാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ചെറിയ കുട്ടി തന്നെയാണ്. അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ചാനലും കാര്യങ്ങളൊക്കെ ആയി പോകുന്നുണ്ട്, അഭിനയവും ഒക്കെ ഉണ്ട്, ആഡൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു കമൻറ്റിന് അവർ റിപ്ലൈ കൊടുക്കുകയാണ്. അതായത് കമൻറ്റ് ഇങ്ങനെയാണ്, അവരുടെ കല്യാണം കഴിഞ്ഞല്ലോ, അപ്പം ഫസ്റ്റ് പ്രയോറിറ്റി അടുക്കളയ്ക്കും വീട്ടിലെ കാര്യങ്ങളുമാണ്, അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഈ ജോലി എന്നും പറഞ്ഞിട്ട് ഇറങ്ങി നടക്കാവുന്ന രീതിയിലുള്ളതാണ് കമൻറ്റ്.
പക്ഷെ അതിനവർ കൊടുക്കുന്ന ചുട്ട മറുപടി എന്നൊക്കെ പറയില്ലേ, അതുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ 4ാം ക്ലാസ് മുതൽ ആ കുട്ടി ഏൺ ചെയ്യുന്നുണ്ട്, സീരിയലിലൊക്കെ അഭിനയിച്ചിട്ട് 4ാം ക്ലാസ് മുതൽ ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ വലുതായപ്പോൾ സീരിയലും അതിനുശേഷം ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ചാനലൊക്കെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ അത്രയും ചെറുപ്പത്തിൽ ഏൺ ചെയ്തിട്ട് അവരുടെ സ്വന്തമായിട്ട് അവരുടെ അമ്മയും അച്ഛനെയും നോക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഹസ്ബൻഡും ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവൾ കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അവർ നല്ല സെറ്റിൽഡായിട്ട് അവരുടെ പാരൻസിനെ നോക്കാനും അതുപോലെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനെല്ലാം കഴിഞ്ഞത് ആ കുട്ടി അങ്ങനെ എഫേർട്ട് എടുത്തത് കൊണ്ടാണ്. അല്ലാതെ ഇങ്ങനെ അടുക്കളയിൽ മാത്രം നിന്നതുകൊണ്ട് അല്ലെങ്കിൽ അന്ന് നിന്നിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് ഈ ഒരു നിലയിൽ എത്താൻ പറ്റില്ലെന്ന്. അത് ശരിയല്ലേ അവർ പറഞ്ഞത്? ഞാനിപ്പോൾ ഇത് നിങ്ങളടുത്ത് പറയാൻ കാരണം നമ്മളെല്ലാവരും, അത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഇപ്പം പണ്ടത്തെ കാലം പോലെ പെണ്ണുങ്ങൾ വീട് നോക്കുക, ആണുങ്ങൾ പുറത്ത് പോയി ജോലി ചെയ്യുക, അതൊക്കെ മാറിയില്ലേ. ഇതിപ്പം ഇന്ന് എല്ലാവരും, അതായത് ഒരു പെൺകുട്ടീനെ തന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുമ്പോൾ ഇന്ന് അവളുടെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായോ എന്നുള്ളത് തന്നെയാണ് അവൾ നോക്കുക. അല്ലാതെ ഇതിപ്പം ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ട് ഫുൾ ടൈം ഇങ്ങനെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യണമെന്ന് പറയുന്നതിനോട് എനിക്കും യോജിപ്പില്ല. ഞാൻ എൻ്റെ മോളടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചെറുതാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലി ആദ്യം ഉണ്ടാവണമെന്ന്. അതിപ്പം സർക്കാർ സർവീസിലാവണമെന്നോ അങ്ങനെയൊന്നുമല്ല, എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാവണമെന്ന്. അതായത് മാന്യമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ മാന്യമായിട്ടുള്ള ഒരു ജോലി, അത് എത്ര വലുതോ ചെറുതോ എന്നൊന്നല്ല, ഏൺ ചെയ്യാൻ പറ്റണം. ഇതിപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് എല്ലാം പറയേണ്ട ഈ ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ജീവിതം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകാമെന്ന് നമുക്ക് ഒരു നിശ്ചയമില്ല. ഇപ്പം നാളെ എന്ത് നടക്കുന്നതെന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പെൺകുട്ടികളുടെ അമ്മമാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നവർ ഒരു പെൺകുട്ടിയാണെങ്കിൽ, നാളെ നമ്മുടെ ലൈഫിൽ എന്ത് തകർച്ചയുണ്ടായാലും അല്ലെങ്കിൽ എന്ത് നമുക്ക് മോശമായിട്ടുള്ള സിറ്റുവേഷൻ നേരിടേണ്ടി വന്നാലും ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ പറ്റും. അതായത് ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ. എന്നാൽ ഇതിന് നേരെ ഒരു മറുവശവും കൂടിയുണ്ട്. ചില പെൺകുട്ടികൾ, അതായത് സ്വന്തം കാലിൽ നിൽക്കാനായി കഴിഞ്ഞാൽ എവിടെയോ 2 കൊമ്പ് മുളക്കുന്നത് പോലെ തോന്നും. അതായത് അവരെ ഉപദേശിക്കാൻ ആരും വേണ്ട, അവരുടെ കാര്യം തീരുമാനിക്കാൻ അവർക്കറിയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അതൊക്കെ അവർ വരുമാനം നേടുന്നതിൻ്റെ ഒരു ഇതായിരിക്കാം, കഷ്ടപ്പെട്ട് ഞാൻ ഈ നിലയിലെത്തിയല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നും വരുന്നതായിരിക്കാം. ചിലപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഇപ്പോഴത്തെ ആൺപിള്ളേർ പെൺപിള്ളേർ ജോലിക്ക് പോവണ്ട എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. അത് ചിലപ്പം ഈ ഒരു ഈഗോ വർക്കൗട്ട് തന്നെയായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ആണും പെണ്ണും തുല്യതയോടുകൂടിയിട്ട് പരസ്പരം സ്നേഹിച്ചും അണ്ടർസ്റ്റാൻഡിങ്ങിലും ജീവിച്ചു പോയാൽ നമ്മുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിപ്പം ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ പോകുമ്പോൾ കിട്ടുന്ന ക്ലാസ് ആണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കാരണം എൻ്റെ തോട്ട്സും എൻ്റെ അഭിപ്രായങ്ങളും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഇത് മാത്രമല്ലേ ഒരു മാർഗ്ഗമുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതായത് ഈ കാണുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിൽ, സ്ത്രീയാണെങ്കിൽ, ഇതിനോട് എതിരഭിപ്രായം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. കമൻസ് ആയിട്ട് എനിക്കും അറിയാൻ പറ്റുമല്ലോ. ഇനി പുരുഷന്മാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. അപ്പം അതും എന്നെ ഒന്ന് അറിയിക്കാൻ വിട്ടുപോവല്ലേ. അപ്പം പറഞ്ഞ് നമ്മുടെ ചെടി ഗാർഡൻ പണികളൊക്കെ ഇങ്ങനെ ഒരുവിധം കഴിയാറായിട്ടുണ്ട്. അവിടെ വിങ്കാ റോസും ബാക്കിയുള്ള ഭാഗത്ത് ടേബിൾ റോസില്ലേ, അതൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 2 ചട്ടിയിലിപ്പം ഞാനിപ്പം മണലും ചാണകപ്പൊടിയും പിന്നെന്താ മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. കാരണം ഇതിലിപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ കാറ്റ്സ് ക്ലോ ഇല്ലേ, അത് നട്ടുപിടിപ്പിക്കാൻ. ഒരു കുഞ്ഞു തൈ അന്ന് സബിയേച്ചി ഏട്ടൻ്റെ ഭാര്യ തന്നതാണ്. അപ്പം അതിപ്പോൾ ഇത്തിരി വലുതായിട്ടുണ്ട്. അത് 2 കമ്പായിട്ട് പൊട്ടിക്കാനായിട്ടില്ല. ഇപ്പുറത്തെ സൈഡിൽ മണ്ണ് നിറച്ച് സെറ്റാക്കുന്നേ ഉള്ളൂ. ഒരു സൈഡിൽ മാത്രമാണ് ആ കാറ്റ്സ് ക്ലോ നടുന്നത്. എൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്നറിയോ? ഇവിടെ ഒരു ആർച്ച് ഉണ്ടാക്കി കാറ്റ്സ് ക്ലോ നട്ടുപിടിപ്പിച്ച് നല്ല ആർച്ചായിട്ട് കാറ്റ്സ് ക്ലോ ഇങ്ങനെ നിറഞ്ഞ് ആ മഞ്ഞ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഞാൻ ഭാവനയിൽ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതുപോലെ ആവുമെന്നോ അല്ലെങ്കിൽ ആ ചെടിയുടെ വെയിറ്റ് കൊണ്ട് എല്ലാം കൂടെ പണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ മതിൽ ഇടിഞ്ഞു വീഴുന്നില്ലേ, അതുപോലെ ഇതെല്ലാം ഫ്ലോപ്പ് ആവുമോ ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഞാനിങ്ങനെ സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് ഭാവനയിൽ കണ്ടുകൊണ്ട് ഇതങ്ങ് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇതിൽ കാറ്റ്സ് ക്ലോ വീട്ടിലുള്ള എത്ര പേരുണ്ട്? ഒന്ന് എനിക്ക് ഒരു ഹായ് ഇട്ട് തരണേ. കാരണം അറിയാലോ എത്ര ചെടി പ്രേമികൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന്. അയ്യോ, ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ കണ്ടു. അത് കണ്ടിട്ടാണ് എനിക്ക് ഈ ഒരു ഭ്രാന്ത് വന്നത് കേട്ടോ. ഈ ചെടിയെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വീടിൻ്റെ മേൽക്കൂര നിറച്ച് ആ മഞ്ഞ പൂക്കളാണ്. എന്നിട്ട് നമ്മൾ പൂമഴ പെയ്യാന്ന് പറയില്ലേ, രാവിലെ അവർ എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ ഇങ്ങനെ കൊഴിയുന്നുണ്ട്,
പിന്നെ എന്താ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. നിലമൊക്കെ ഇങ്ങനെ നിറഞ്ഞ മഞ്ഞ പൂക്കളാണ്. എന്നിട്ട് അവരിങ്ങനെ അടിച്ചു വരുന്ന വീഡിയോ ആണ് അതിൽ. അത് കണ്ടപ്പോൾ തുടങ്ങിയതാണ് എനിക്കും ഇങ്ങനെ കാറ്റ്സ് ക്ലോ അതുപോലെ നട്ടുപിടിപ്പിക്കണം എന്നുള്ളതിൽ. അത്രയും ഇങ്ങനെ ഇടതിങ്ങി ആ പൂക്കൾ വരണമെന്ന്. പക്ഷേ എൻ്റെ ഈ ഒരു ചട്ടിയിൽ അത്രയേ വേര് പോകൂ, കാരണം ഇങ്ങനെ മണ്ണിലല്ലല്ലോ. അതുകൊണ്ട് മുകളിലേക്കുള്ള പടർച്ച ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ ആവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ള ഞാൻ എപ്പോഴും പറയുന്ന പോലെ അങ്ങനെ ഒരു ശീലം ഉള്ളത് കൊണ്ട് രണ്ടും കൽപ്പിച്ചിറങ്ങുക. പിന്നെ ഇവിടെ ആർച്ചുണ്ടാക്കുന്ന തത്രപ്പാട് നിങ്ങൾ കണ്ടല്ലോ. PVC പൈപ്പില്ലേ, അത് മുകളിൽ ടെറസിൽ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ വെള്ള കളർ അപ്പുറത്തില്ലേ, അത് അങ്ങനെ കുറ്റി പോലെ ആക്കിയിട്ട് വേറെ കറുപ്പ് നിറത്തിലുള്ള വേറൊരു PVC ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ താഴ്ത്തി ഇറക്കുക. അപ്പോഴല്ലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് ഞാൻ ഒരൊറ്റ പൈപ്പ് കൊണ്ട് ഇങ്ങനെ ആർച്ചാക്കാൻ നോക്കിയപ്പോൾ അത് ഫ്ലോപ്പായി, അത് പൊട്ടിപ്പോയി. അപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സംഭവിക്കുക, എങ്ങാനും ആ കാറ്റ്സ് ക്ലോ വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ നേരെ അത് മതിലിലേക്കാണ് അങ്ങ് പടർന്നു പോവുക. അല്ലാതെ ഞാനിപ്പം ഭാവനയിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല അല്ലേ. ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ വിചാരിക്കും, ഒരുപാട് സ്ഥലമുണ്ടെങ്കിൽ ഇഷ്ടംമാതിരി നമുക്ക് എന്ത് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാമല്ലോ എന്ന്. പക്ഷേ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചെറിയ സ്ഥലത്ത് ചെറിയ രീതിയിലുള്ള ഗാർഡൻ മാത്രമല്ലേ സെറ്റ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ പച്ചക്കറി, ഇവിടെ ഇപ്പോൾ ചീര വിത്തൊക്കെ പാകണം എന്ന് ആഗ്രഹമുണ്ട്. എവിടെയാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. കാരണം മുന്നിൽ 2 സ്ഥലത്തും നോക്കണ്ട, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നമ്മൾ ആ ഒരു കരിയിലൊക്കെ എടുത്തു മാറ്റിയിട്ട് ഒരു സ്പേസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ ചീര വിത്ത് പാകിയാൽ എന്താണെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. ഇപ്പം എന്താ ചെയ്യുന്നതെന്നറിയോ? അവിടെ ചൂടിയെന്നാണ് പറയുക, എന്താ പറയുക, റോപ്പാ, പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, നമ്മുടെ ചകിരിയുടെ നമ്മൾ കയറില്ലേ, നേരിയ കയറ്, അതെടുത്തിട്ട് അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പുറത്ത് പൈപ്പിൻ്റെ ടാപ്പ് ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത എൻ്റെ ബാലൻസ് അതെവിടെ അങ്ങ് ചുറ്റി കൊടുക്കുന്നുണ്ട്. കാരണം അതിന് അള്ളിപ്പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ ഊരിപ്പോവണ്ട. സാധാരണ പൂച്ചകൾ കയറുമ്പോൾ ഊരി താഴേക്ക് പോവില്ലേ. കാറ്റ്സ് ക്ലോ എന്ന് പറയുമ്പോൾ പൂച്ചകളുടെ നഖം പോലെയാണല്ലോ ആ ചെടി. അങ്ങനെയുള്ള വിചാരത്തിലാണ് ഞാനിപ്പം ഈ ഒരു റോപ്പൊക്കെ കെട്ടുന്നത്. നിറച്ചൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. അത് തീരുന്നത് വരെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ ഒരു ചെടിയുടെ പോക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം ഏതാണ്ട് വൈകുന്നേരം, ആദ്യം ഞാൻ 2 ഡ്രസ്സിൽ നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാകും. 2 ദിവസമായിട്ട് ചെയ്തതാ. ഇതിപ്പം വൈകുന്നേരമാണ്, അന്നത്തത് രാവിലെയാണ് കാണിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന അതല്ല, നമ്മൾ ചെയ്ത് സന്ധ്യ ആകുമ്പോഴത്തേക്കും എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2-3 ദിവസമൊക്കെ എടുത്തു കേട്ടോ. ഇതിൻ്റെ ഫൈനൽ നിങ്ങൾക്കൊന്ന് കാണണ്ടേ. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് വീഡിയോ ആയിട്ട് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക, എന്നിട്ട് 1-2 വർഷമൊക്കെ കഴിഞ്ഞ് ഇത് കാറ്റ്സ് ക്ലോ ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് കാണിക്കാം. പിന്നെ ആലോചിച്ചാൽ എന്തൊരു മണ്ടത്തരം അതങ്ങനെയല്ല ചിന്തിക്കുന്നത്. കാരണം ഓരോ ദിവസവും കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. 2 വർഷം കഴിയത്തേക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ മണ്ടത്തരല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നാളെ തന്നെ അത് പോസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഇന്ന് വോയിസ് ഓവർ എടുക്കുന്നത്. അപ്പം നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ശനിയാഴ്ച ആയിരിക്കും. ശനിയാഴ്ച രാവിലെ 10 മണിക്കായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് വരിക. ഇതിപ്പോൾ പിറ്റേ ദിവസമാകുമ്പം വലിയ ഉഷാറൊന്നും അതിനുണ്ടായിരുന്നില്ല. കാരണം സ്ഥലം മാറ്റി നടുമ്പോഴുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ. പക്ഷെ നന്നായിട്ട് നനച്ചു കൊടുത്തു കേട്ടോ. രാവിലെയും വൈകുന്നേരമായിട്ട് നല്ല വെയിലല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്തപ്പോൾ മണ്ണിലേക്ക് അങ്ങ് നന്നായിട്ട് പിടിച്ച് പിന്നെ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് കാണിച്ചു തരാം. പക്ഷേ എന്നാലും കുറേ ഭാഗം എംസാൻഡിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് ഇങ്ങനെയല്ല, ഇവിടെ എല്ലാം നിറഞ്ഞ് എംസാൻഡിൻ്റെ ഭാഗമൊക്കെ നിറഞ്ഞ് ഇടതിങ്ങി വരണം എന്നാണ്. വിങ്കാറോസിൻ്റെ കാര്യത്തിൽ എന്തായാലും നടക്കുമെന്ന് എനിക്കറിയാം. കാരണം നാടൻ ഇന ആയതുകൊണ്ട് തന്നെ തൈ പൊട്ടിമുളച്ച് എന്തായാലും സെറ്റായിക്കോളും. അപ്പം അതിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ടേബിൾ റോസും നന്നായിട്ട് തന്നെ സെറ്റാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ആകെയുള്ള സംശയം ആ ഒരു കാറ്റ്സ് ക്ലോയുടെ കാര്യമാണ്. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഏരിയയുടെ അവസ്ഥ. പിന്നെ അതുപോലെ മാറ്റിവെച്ച ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ നീലക്കൊടുവേലിയൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ വേറൊരു സ്ഥലത്ത് അറേഞ്ച് ചെയ്യണം. നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടമായത്? ഈ ഒരു അവസ്ഥയാണോ അല്ലെങ്കിൽ ആദ്യത്തെ പെബിൾസ് ഇട്ടതാണോ? പെബിൾസ് ഇട്ടതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എല്ലാവരും പറയാമെന്ന്. എനിക്കും അത് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടത്തോടെ ഞാൻ ചെയ്ത വർക്ക് തന്നെയാണ്. പക്ഷേ അവിടെ ഒന്നും കൂടെ ലൈവ് ആവണമെങ്കിൽ എനിക്ക് ഈ ചെടികളെ ഇവിടെ പ്രതിഷ്ഠിച്ചേ പറ്റൂ. കാരണം കുറച്ച് ജീവനുള്ള ചെടികൾക്ക് മണ്ണിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലം, എൻ്റെ സ്ഥലപരിമിതി കൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് എടുത്തു മാറ്റിയിട്ട് ഇത് സെറ്റ് ചെയ്തത് മാത്രമാണ്. പക്ഷേ പൈസയും കൊടുത്ത് വാങ്ങിയ ആ ഒരു കല്ലുകൾ ഞാൻ ഒരിക്കലും കളയില്ല, വേറെ സ്ഥലത്തേക്ക് വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്